ബിഗ് ബോസ് പ്രേക്ഷകരുടെ കാത്തിരിപ്പിനൊടുവിൽ തമിഴ് ബിഗ് ബോസ് സീസൺ 8 തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു ഗ്രാൻഡ് ലോഞ്ചും കാര്യങ്ങളൊക്കെ, നമ്മൾ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളുമായിട്ടൊക്കെ വീഡിയോ എടുത്തതാണ്. പക്ഷേ ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ 11:30-11:45 അത് കഴിഞ്ഞ് വീഡിയോയും കൂടി എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സന്ദർഭമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലേറ്റായത്, കുറച്ച് നേരം ലേറ്റായത്. എന്താണെന്നുണ്ടെങ്കിലും ഗ്രാൻഡ് ലോഞ്ചുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും പറയാം. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ എപ്പിസോഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്, ലൈവ് എപ്പിസോഡ് ഇന്നാണല്ലോ ഒന്ന് തുടങ്ങുന്നത്. അപ്പോൾ ലൈവുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ അടുത്തൊരു വീഡിയോയിലോട്ടും പറയാം. കാരണം അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലാകും. നിലവിൽ ഗ്രാൻഡ് ലോഞ്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് തന്നെ പറയാം. ആദ്യം തന്നെ മലയാളത്തിനെ വെച്ച് നോക്കുമ്പം കുറച്ച് ബോറിംഗ് ആയിരുന്നു തമിഴിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് സീസൺ 8 എന്ന് പറയുമ്പോൾ. നമ്മൾ പുതിയൊരു ഹോസ്റ്റൊക്കെ വന്നു, വിജയ് സേതുപതി വന്ന സമയത്ത് ഒരു കുറച്ചും കൂടി ഒരു മാസമായിട്ട് കുറച്ചും കൂടി ഒരു അടിപൊളിയാക്കി എടുക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു. എന്നാൽ ഗ്രാൻഡ് ലോഞ്ചും കാര്യങ്ങളും ഒരു കുറച്ച് ബോറായിരുന്നു, വളരെ വലിച്ചു നീട്ടി ലെങ്തിയായി എന്ന പോലെ തോന്നി. കാരണം മലയാളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം 7 മണിക്ക് തുടങ്ങി ഒരു 10:30-10:45 ആകുമ്പോഴത്തേനും പ്രോഗ്രാം അവസാനിക്കും. എന്നാൽ ആർക്കും വലിയ ബോറിംഗ് ഒന്നും ഉണ്ടാകത്തില്ല. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസും അതുപോലെ തന്നെ പെർഫോമൻസും ഒക്കെ ഇൻ ബിറ്റ്വീൻ ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിൻ്റെ എൻട്രിയും കാര്യങ്ങളും ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ കാണിക്കും. എന്നാൽ തമിഴിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ വളരെ കുറവായിരുന്നു. എന്നിട്ട് പോലും ഈ സംഭവം 6 മണിക്ക് തുടങ്ങി 11:30-11:45 വരെയും സമയം നീണ്ടുപോയി. പിന്നെ ഈ പറയുന്നത് പോലെ ഒരു കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പറയുന്നത് പോലെ കണ്ടസ്റ്റൻസിൻ്റെ എൻട്രി അല്ലാതെ കണ്ടസ്റ്റൻസ് ആരെന്നൊക്കെ അറിയാൻ വേണ്ടി മാത്രം നമുക്ക് നോക്കിയിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും കുഴപ്പമില്ലാതെ പോയി, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ വിജയ് സേതുപതിയുടെ എൻട്രി ആണെന്നുണ്ടെങ്കിലും പ്രൊമോയിലൊക്കെ കണ്ട ആ ഒരു മാസ് എൻട്രി ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പ്രൊമോയിലൊക്കെ ആ ഒരു താടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മാസ് എൻട്രി ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതും അതുപോലെ വരുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പ്രൊമോയിലെത്തിയപ്പോഴത്തേനും വീടിൻ്റെ ഒരു ചുറ്റിക്കാണലും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലീൻ ഷേവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വിജയ് സേതുപതിയായിരുന്നു. അത് മൊത്തത്തിലൊരു മാസ്സാകുമെന്ന് എനിക്ക് തോന്നിയില്ല. അത് ഒരു മീശയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു അടിപൊളിയായേനെ, ഒരു മാസ് ലുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടിയേനെ. അത് ഈ ഒരു സംഭവം അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അതായത് മൊത്തത്തിലുള്ള ഒരു ലാഗും ഗ്രാൻഡ് ലോഞ്ചിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ലായ്മ ഉണ്ടായിരുന്ന ഒരു ഫാക്ടറും കൂടി അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പം ബിഗ് ബോസ് സീസൺ 8 തമിഴ് ബിഗ് ബോസ് ഹൗസും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണ്. മലയാളത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഹൗസും കാര്യങ്ങളും ഒക്കെയാണ്, കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസണിലേക്ക് 8 ബിഗ് ബോസ് കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 2 പാർട്ടീഷനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഹൗസിനുള്ളിൽ 2 സെക്ഷനായിട്ടാണ് ബിഗ് ബോസ് ഈ ഒരു സീസൺ 8 കൊണ്ടുവന്നിരിക്കുന്ന തീം. അതായത് ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്നൊരു തീമാണ് ഈ ഒരു സീസണിൽ ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. 2 സെക്ഷനായിട്ട്. നമ്മുടെ മലയാളം ബിഗ് ബോസിൽ കഴിഞ്ഞ ഒരു സീസൺസിൽ പവർ ഹൗസ്, അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരെല്ലാവരും കൂടിയായിരുന്നു 2 സെക്ഷനായിട്ട് കൊണ്ടുവന്ന് വളരെ മനോഹരമായി തന്നെ പൊട്ടിപ്പോയി. അതിൻ്റെ വേറൊരു വേർഷനാണ് ഇപ്പോൾ ഒരു തീം ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മലയാളത്തിലേക്ക് അടുത്ത സീസൺ 7 വരുമ്പോൾ ഈ ഒരു തീം തന്നെയാണോ കോപ്പി അടിക്കുന്നത് എന്നും ഒരു സംശയമുണ്ട്. കാരണം സാധാരണ അങ്ങനെയൊക്കെയാണ്, പല കാര്യങ്ങളും കോപ്പി അടിച്ചാണ് ഇപ്പുറത്തൊക്കെ മലയാളത്തിലേക്ക് എത്തിക്കുന്നത്. സാധാരണ എല്ലാ സീസണിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സീസണിലും നമുക്ക് നോക്കാം തമിഴിൻ്റെ ഈ ഒരു തീമാണോ മലയാളത്തിലേക്ക് കോപ്പി അടിച്ച് കൊണ്ടുവരുന്നത്. അപ്പം 2 ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് പറയുന്ന ഒരു തീമിൽ ഒരു ഹൗസിനുള്ളിൽ 2 പാർട്ടീഷൻ, അതിനുള്ളിൽ തന്നെ ഈ ഒരു റൂമും കാര്യങ്ങളും ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷനിലെ ഒരു റൂമും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സിംഗിൾ ബെഡും കാര്യങ്ങളും ആയിരിക്കും. അത്യാവശ്യം പ്രീഷ്യസ് ആയിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ മറ്റൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ 2 സെക്ഷൻ 4 ബെഡുണ്ട്. അപ്പം അതിൽ 3 പേര് വെച്ചിട്ട് 4 ബെഡ് കൊടുത്തിരിക്കുന്ന ഒരു സെക്ഷൻ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ പോലും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 2 സെക്ഷനായിട്ട് തിരിച്ച് ആദ്യം തന്നെ കണ്ടസ്റ്റൻസിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒരു ശ്രമം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് അപ്ഡേറ്റ്സ് അടുത്തൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഗ്രാൻഡ് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഗ്രാൻഡ് ലോഞ്ച് നമുക്ക് 18 കണ്ടസ്റ്റൻസ് ആണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കടന്നത്. എല്ലാവരും കുറേ പേര് നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ലിസ്റ്റും പ്രതീക്ഷിച്ചവരുടെ ലിസ്റ്റിലും ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ആൾക്കാരും തന്നെ വന്നിട്ടുണ്ട്. അതിൽ 1-2 പേരൊക്കെയാണ് മിസ്സായിട്ടുള്ളത്. ബാക്കി എല്ലാവരും തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർക്കൊക്കെ അറിയാം ആരൊക്കെയാണ് എന്നതൊക്കെ. എന്തായാലും ഞാൻ അവരുടെ പേരും ഫോട്ടോയും കൂടെ ഒന്ന് കാണിക്കാം.
കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കാണാൻ പോകുന്നവരും കാണാൻ ആരാണെന്ന് മനസ്സിലാകാത്തവരും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി എന്താണെങ്കിലും കാണാൻ പറ്റുന്നവരൊക്കെ തന്നെ കാണുക. കാരണം കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാൻ സാധിക്കും. മലയാളത്തിലേക്ക് വന്നു കഴിയുമ്പം ഇതിനുള്ളിലുള്ള പല ടാസ്കുകളും ഗെയിമുകളും ഒക്കെ ആയിരിക്കും കോപ്പി അടിച്ച് വീണ്ടും മലയാളത്തിൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ അത്യാവശ്യം മലയാളി പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും ഇപ്പം തമിഴൊക്കെ കാണുന്നുണ്ട്. തമിഴ് ബിഗ് ബോസിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ബിഗ് ബോസിൻ്റെ ആരാധകരൊക്കെ ഒത്തിരി ഉണ്ട്. കാരണം ഹിന്ദി ബിഗ് ബോസ് കാണുന്നവരുണ്ട്. ഹിന്ദിയുടെ ആണെന്നുണ്ടെങ്കിലും ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് സീസൺ 18. അപ്പം അതിനെക്കുറിച്ച് അപ്ഡേറ്റുകളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം കണ്ടവരൊക്കെ ഒന്ന് അഭിപ്രായം പറയുക. അപ്പം ഇനി നമുക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ് വന്നത് എന്നതാണ്. അപ്പം മലയാളികളടക്കം 2 പേരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരാളേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നത് നമ്മുടെ ഫാറ്റ്മാൻ രവീന്ദ്രനാണ്. അതായത് നമ്മുടെ വണ്ണമൊക്കെയുള്ള സൈസൊക്കെയുള്ള അത്യാവശ്യം ബിഗ് ബോസിൻ്റെയൊക്കെ റിവ്യൂ ചെയ്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് തമിഴ്നാട്ടിൽ. അപ്പം സോഷ്യൽ മീഡിയകളിലൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഫാറ്റ്മാൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ്. അതുപോലെ തന്നെ അടുത്തത് വന്നത് സച്ചന, നമ്മുടെ ആക്ട്രസ്സാണ്. വിജയ് സേതുപതിയുടെ മകളായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുപോലെ തന്നെ ദക്ഷ ഒരു മോഡലും അതുപോലെ തന്നെ ആക്ട്രസ്സുമാണ്. പിന്നെ ഇത് വന്നത് സത്യയാണ്, ആക്ടറാണ്, ഫിറ്റ്നസ് ട്രെയിനർ, അങ്ങനെ എന്തൊക്കെയോ ആണ്. പിന്നെ അടുത്തത് നമ്മുടെ ദീപക്കാണ് 5ാമതായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിയത്. മോഡലും ആക്ടറും ആങ്കറൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. അതിനുശേഷം വന്നിരിക്കുന്നത് RJ ആനന്ദിയാണ്, സൈക്കോളജിസ്റ്റ് കൂടിയാണ് ഈ പറഞ്ഞ കണ്ടസ്റ്റൻറ്റ്. അതുപോലെ തന്നെ സുനിത ഗൊഗോയ്, ഡാൻസർ, ആക്ട്രസ് ഒക്കെയാണ്. അതിനുശേഷം ജെഫ്രി, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനാണ്, സിംഗർ, മ്യൂസീഷ്യൻസ്, നാടൻ പാട്ടുകൾ അങ്ങനെ എന്തൊക്കെയോ സെറ്റ് ചെയ്യുന്നൊരു തമിഴ്നാട്ടിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഈ പറയുന്ന ജെഫ്രി. 9ാമത്തെ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ രഞ്ജിത്താണ്, ആക്ടർ. മലയാളത്തിലും പല സിനിമകളിലും തമിഴിലും മറ്റു പല ലാംഗ്വേജുകളിലും പല സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ 10ാമതായിട്ട് പവിത്ര, ആക്ട്രസ്സാണ്, സീരിയലുകളിലൊക്കെ. 11ാമതായിട്ട് സൗന്ദര്യ, മോഡലും ആക്ട്രസ്സുമാണ്. അതുപോലെ തന്നെ അരുൺ പ്രസാദ്, സീരിയൽ ആക്ട്രസ്സാണ്. അതുപോലെ തന്നെ തരിഷ്ക, സീരിയൽ ആക്ട്രസ്സാണ്, ക്ലാസിക്കൽ ഡാൻസറാണ്, ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ 14ാമതായിട്ട് വിശാൽ, സീരിയൽ ആക്ടറാണ്. അടുത്തപോലെ തന്നെ മലയാളി കൂടിയായ അൻഷിത, ആക്ട്രസ്സാണ്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള സീരിയലുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള, തമിഴ് ചെല്ലമ്മ എന്ന് പറയുന്ന സീരിയലൊക്കെ അഭിനയിച്ചിട്ടുള്ള അൻഷിതയാണ് 15ാമതായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നത്. അടുത്ത 16ാമതായിട്ട് അർണവ്, സീരിയൽ ആക്ട്രസ്സാണ്. അതുപോലെ തന്നെ അൻഷിതയുമായിട്ടുള്ള ഒരു ജോഡി അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോംബോ പെയറായിട്ടൊക്കെ വന്നു എന്ന് തന്നെ പറയാം. ഇവർ തമ്മിലുള്ള കുറേ കോൺട്രവേഴ്സികളൊക്കെ സോഷ്യൽ മീഡിയകളിലൊക്കെ കുറച്ച് നാളായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞും എന്തൊക്കെ കോൺട്രവേഴ്സികൾ വരുമെന്നും അതുപോലെ തന്നെ ഇവർ തമ്മിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഒന്നിച്ചുള്ള ഒരു പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുമോ, ഒന്നിച്ചുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരിക്കുമോ എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ മലയാളി പ്രേക്ഷകർക്കും മലയാളിയായ ഒരാളുണ്ട്. അപ്പോൾ ഒരാളെ കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇനിയിപ്പോൾ ഒരു വൈൽഡ് കാർഡായിട്ട് വരുമോ എന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും വൈൽഡ് കാർഡുകളിൽ നമുക്ക് ആരെയെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. എന്തായാലും നിലവിൽ ഒരു മലയാളിയായിട്ടേ ഉള്ളൂ. അടുത്തത് 17ാമതായിട്ട് മുത്തുകുമാരൻ, എൻ്റർടൈനറാണ്. സാധാരണ ഓരോ തമിഴ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകളും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ട് വരുന്ന ഒരു സാധാരണ കണ്ടസ്റ്റൻ്റാണ് മുത്തുകുമാരൻ. അടുത്ത 18ാമതായിട്ട് എത്തിയിരിക്കുന്നത് ജാക്വലിനാണ്, ആക്ട്രസ്സാണ്, ഡബ്ബിങ് ആക്ട്രസ്സാണ്. അങ്ങനെ മൊത്തം 18 കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് നിലവിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇനി 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമൊക്കെ വൈൽഡ് കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു മിനിമം 4-5 പേരെങ്കിലും വൈൽഡ് കാർഡായിട്ട് കാണും. അപ്പം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവാനാണ് സാധ്യതകൾ. എന്തായാലും 18 പേര് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇന്നലെ കയറി ഉടനെ തന്നെ അത്യാവശ്യം പ്രശ്നങ്ങൾക്കുള്ള കൊളുത്തിയും വെച്ചിട്ടുണ്ട്. നമ്മുടെ വിജയ് സേതുപതി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കമലഹാസനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് മാസ് ലുക്കും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നന്നായേനെ. പിന്നെ കണ്ടസ്റ്റൻസിനെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടും വളരെ ഹമ്പിളായിട്ടുമാണ് വെൽക്കം ചെയ്തിരിക്കുന്നതും. ഈ പറഞ്ഞ വിജയ് സേതുപതി ആണെങ്കിലും വളരെ ഹമ്പിളായിട്ട് വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഷോ ഇന്നലെ ആ ഒരു ഗ്രാൻഡ് ലോഞ്ചിൻ്റെ സമയത്ത് ഹോസ്റ്റ് ചെയ്തിരുന്നത്. കാണാൻ തന്നെ ഒരു നല്ലൊരു എന്താ പറയുന്നത്, നമുക്ക് കണ്ടിരിക്കാൻ തന്നെ തോന്നുമായിരുന്നു. പിന്നെ മൊത്തത്തിലൊരു ലാഗും കാര്യങ്ങളും ഒന്നും എൻ്റർടൈനിങ് ഫീച്ചേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പ്രോഗ്രാംസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുന്നത് കണ്ടിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതർ ദാൻ തമിഴ് ബിഗ് ബോസ് സീസൺ 8 ഗ്രാൻഡ് ലോഞ്ച് എന്ന് പറയുന്ന അടിപൊളിയാണ്. ഹൗസും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 സെക്ഷനായിട്ട് ഈ ഒരു ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന് പറയുന്ന ഒരു തീമും മിക്കവാറും അടിപൊളിയാകാനുള്ള സാധ്യതകളുണ്ട്.
മികച്ച രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം തുടക്കം തന്നെ അതിനുള്ള വെടിമരുന്നും കാര്യങ്ങളും ബിഗ് ബോസ് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ തമ്മിൽ ആ ഒരു സെക്ഷൻ ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.